എന്ത്? നീ ഭയങ്കര പല്ലുവേദന. അപ്പൊ എല്ലാരും കൂടെ എന്നെ കളിയാക്കുന്നു. കുഞ്ഞിന് പല്ലുവേനയോ? പല്ലുവേന വന്നപ്പോ എല്ലാരും കളിയാക്കിയോ കുഞ്ഞിനെ? ആരാ കളിയാക്കിയത്? ലജ്ജു ചേച്ചിയെ കൂടുതൽ കളിയാക്കിയത്. ആണോ? നോക്കട്ടെ. പോടൊന്നുമില്ലല്ലോ പല്ലില്. എവിടെയാണ് വേദന? ഏത് പല്ലിനാ വേദന? ഇവിടെയോ? അപ്പൊ നേരത്തെ ഇവിടെയാണല്ലോ കൈ പിടിച്ചേ. അച്ഛൻ്റെ അടുത്ത് ഇപ്പുറത്തെ സൈഡാ കാണിച്ച, ഇപ്പൊ അപ്പുറത്തെ സൈഡായാ? ചുമ്മാ പറയുക. എന്ത് പല്ലുവേനെന്നോ? പല്ലുവേന ഇല്ലേ അപ്പൊ? ഉണ്ട്. ചേച്ചി ചുമ്മാ പറയാ. ചേച്ചി ഉമ്മ പറയാണെന്ന്. അപ്പൂപ്പന് കുറ്റിപ്പല്ലാണല്ലോ വേദന വന്നേ, അതുപോലെ തന്നെയാണ് ഇവക്കും ഏതൊരു കുറ്റിപ്പല്ലാണ് വേദന വന്നേക്കണേ. ആണോ? നല്ല വേദനയുണ്ടോ? നല്ല വേദന ഉണ്ട്. എന്നിട്ട് കുഞ്ഞ് അച്ഛൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല ഇത്? പറഞ്ഞിട്ട് ആരും കാര്യമായിട്ട് കേൾക്കുന്നില്ല. കൊച്ചിൻ്റെ പല്ലുവേന എന്ന് പറഞ്ഞിട്ട് ആരും എന്താ കാര്യമായിട്ട് കേൾക്കാത്തത്? ഈ പല്ലുവേനൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റിയൊന്നുമില്ല. അപ്പൂപ്പന് പല്ലുവേന വന്ന ഉടനെ തന്നെ കൊച്ചിനും പല്ലുവേന വന്ന്. അതാണ് പരസ്പര സ്നേഹബന്ധം. പല്ലുവേനക്കാരി എവിടെ നോക്കട്ടെ. എന്തായി? കരിയറായിട്ട് നിക്കുവാണ്, കുറച്ചും കൂടെ കഴിഞ്ഞ പൊട്ടിക്കരയും. നീ സ്കൂളിൽ പോകുമ്പോ പല്ലുവേന വന്നാ എന്ത് ചെയ്യും? അത്രയ്ക്ക് വേദനയുണ്ടോ? ആശ്വാസമായി. അണ്ണനെ ആശ്വാസമായി. എന്റെ കൊച്ചിന് പല്ലുവേന തുടങ്ങി. മക്കൾക്ക് പല്ലേന് ഏത് പല്ല്? അകത്തെ കൊച്ചി പല്ലില്. അകത്തെ കുറ്റി പല്ലില്ല. അപ്പൂപ്പിന് പറ്റിയ അതേ സംഭവം തന്നെ വേറൊന്നും പറ്റിയിരിക്കണത്. അയ്യോ, പുള്ള വേദന എങ്ങനെ സഹിക്കോളെ? അവൾ എത്ര വേണമെങ്കിലും വേദന സഹിക്കും. മക്കളെ പല്ലുവേന ഒന്നും സഹിക്കാൻ പറ്റില്ല. വേറെ എന്ത് വേദന തന്നെ സഹിക്കാൻ പറ്റും. പാറേ, ഇപ്പൊ പല്ലുവേന കൂടുകയാണോ അതോ കുറയുന്നുണ്ടോ? കൂടുക. ഡേയ്, ഉടനെ എന്തെങ്കിലും ചെയ്യണം, പറഞ്ഞേട്ടാ. പാറു, കാര്യമായിട്ട് പറയാണോ? കൊച്ചിന് പല്ലുവേന കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ തമാശ ഒന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല കേട്ടോ, വേദന കൂടിക്കൊണ്ടിരിക്കൂലേ. കൊച്ചുകുട്ടിയായോണ്ടേ കണ്ണി കണ്ട ഗുളികന്ന് വാരി കൊടുക്കാൻ പറ്റില്ല. നമുക്കൊരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇതിന് ദന്തിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവാം. ഡേയ്, കൊച്ചുകുട്ടിന്ന് നോക്കിക്കൊണ്ടിരിക്കുക, കൊണ്ടുപോടാ ആശുപത്രിയില്ലേ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, വേദന ഇങ്ങനെയാണെങ്കിൽ ഇടവിട്ട് വരും. എന്റെ പല്ല് ഓക്കെ ആയിടേ. നോക്കിപ്പം വേദന ഒന്നുമില്ല, പഞ്ഞേക്കിടയ്ക്ക് മാറ്റി. മകളെ ലച്ചു, നിന്റെ കൂട്ടുകാരെ വിളിക്ക്. എത്ര മണിവരെ ക്ലിനിക്ക് ഉണ്ടോ നോക്കൂ, അതനുസരിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുപോവാം. അതാവുമ്പോ പരിചയമുള്ളവരാകുമ്പോ പൈസ അധികം ആവില്ലല്ലോ, അതാ നല്ല കൊണ്ടു. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. പെട്ടെന്ന്. അപ്പൊ ലച്ചു കൊച്ചിനെ കൊണ്ട് ഡെന്റിസ്റ്റിന്റെ അടുത്ത് കൊണ്ടു. ഓട്ടോക്കെ ഇവിടെ വരുത്താം. ഇതിപ്പോ വേദനയാണെങ്കിൽ എന്ത് ചെയ്യും? പല്ലെടുക്കേണ്ടി വരും. പിന്നെന്തോന്ന് അവിടെ പോയിട്ട് ചുമ്മാ കാണിച്ചിട്ട് അതുപോലെ തിരിച്ച് വീട്ടിലോട്ട് വരാന്. പിന്നെ എന്തായാലും അങ്ങോട്ട് പോണത്? ഇവിടെ ഇരുന്നാ പോരെ, മരുന്ന് വാങ്ങിച്ചോണ്ട് വന്നാ പോരെ. ചിലപ്പോ പല്ലെടുക്കണമെന്ന് പറഞ്ഞാലാ. എന്തായാലും കൊച്ചിന് വേദനിക്കാണ്, കൊണ്ടുപോയി കാണരുത്. ഒരു കാര്യം ചെയ്യാം, ലച്ചു ചേച്ചിയുടെ കൂടെ അച്ഛനെയും കൊണ്ട് വിടാം. അപ്പൊ അച്ഛനും ലച്ചു ചേച്ചിയും കൂടെ കൊച്ചിനെ കൊണ്ടുപോകും. മതിയോ? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. വേദന ഉണ്ടല്ലോ അല്ലേ? ഞാൻ കൂടെ വരണോ? എന്തിന്? നമ്മൾ പോയിട്ട് പെട്ടെന്ന് മരുന്ന് വാങ്ങിച്ചല്ലേ മക്കളെ, പെട്ടെന്ന് തിരിച്ചു വരും. പിന്നെ അല്ല, എനിക്കോണേ ഇവള് ബ്രഷ് ചെയ്തപ്പോ ഈ ബ്രഷ് മോണയിൽ അടിച്ചു കൊണ്ടിട്ടുണ്ടാവും, അതായിരിക്കും വേദന അല്ലേ? ഇവക്ക് ഈ വേദന നേരത്തെ വരുവാണെങ്കിൽ അപ്പൂപ്പനെ കൊണ്ടുപോയപ്പോ കൂടെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഓട്ടോ വരും, ഇവിടെ നിന്നാ മതി, ഗേറ്റോടെ നിന്നാ മതി. ഇഷ്ടം പോലെ ഓട്ടോ അങ്ങോട്ട് പോകുന്നുണ്ട്, കിട്ടും. പോയില്ലേ? അച്ഛോ, പല്ല് പറിക്കൂ? ഇല്ലല്ലോ. പല്ലുകളുടെ പറിക്കൊന്നുമില്ലല്ലോ. ഡോക്ടറെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും പല്ല് പറിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. കാരണം ചെറിയ കൊച്ചല്ലേ, അപ്പൊ ഇപ്പഴാ പല്ലൊന്നും പറിക്കണ്ട. കൊച്ചുകുട്ടിയല്ലേ, അവർക്കറിയാം. അതൊക്കെ അവർക്കറിയാം, പക്ഷെ തരണം മരുന്ന് കഴിക്കണം. വേദന മാറണമെങ്കിൽ ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞോ? ഒരെണ്ണം കഴിച്ചിട്ട് ബാക്കി വേദന വരുമ്പോ കഴിക്കാം. അല്ല, അതിന് ഐസ്ക്രീം കഴിക്കണമെങ്കിൽ പല്ല് പറിക്കണ്ട മക്കളെ. അത് സാരമില്ല, പല്ലെടുത്തില്ലെങ്കിലും കഴിച്ചോളാം. 1-2 ഐസ്ക്രീം കൊച്ചിന് മാറ്റി ഓർഡറാ. അപ്പൊ ആദ്യം മരുന്ന് കഴിക്കണ്ട, എന്നിട്ട് ഐസ്ക്രീം. നല്ല കുട്ടി. അച്ഛാ, എന്റെ ഫ്രണ്ടിലെ ഡോക്ടർ
അവള് പല്ലെടുക്കാതെ തന്നെ വേദനയൊക്കെ മാറ്റി തരും. അതിനൊക്കെ ഭയങ്കര മിടുക്കിയാണ്. പക്ഷെ ഒരുപാട് മരുന്ന് കഴിക്കേണ്ടി വരില്ലേ? എന്തിനും അതിന്റെ ആവശ്യമൊന്നുമില്ല. കൊച്ചു കുഞ്ഞല്ലേ, അതിന് മാത്രം മരുന്നൊന്നും കഴിക്കേണ്ട വരില്ല. മരുന്നും കൂടി തരാതെ വേദന എങ്ങനെ കാണും? ഈ മരുന്നൊക്കെ പറയണ ഭയങ്കര കയ്പല്ലേ മോളെ. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അവര് 2-3 ഐസ്ക്രീം തരും. അത് കഴിച്ചു കഴിഞ്ഞാൽ വേദനയൊക്കെ പമ്പ അടങ്ങും. അതെങ്ങനെ ഐസ്ക്രീം കൊടുക്കും? പല്ല് പറിച്ചെടുത്തല്ല ഐസ്ക്രീം കൊടുക്കൂ? പിന്നെ എങ്ങനെ വെറുതെ ഐസ്ക്രീം കൊടുക്കൂ? അല്ല, എന്റെ ഡോക്ടർ പറഞ്ഞതാന്ന് വെച്ചാൽ ഇവള് കുഞ്ഞു കുട്ടിയായതും കൊണ്ടേ പല്ലും പറിക്കണ്ട, മരുന്നും കഴിക്കണ്ട. പക്ഷേ ഇവളുടെ വായില് വലിയൊരു ക്ലിപ്പ് ഇടും. ക്ലിപ്പ് ഇട്ടിട്ട് ഇത്രയും വലിയ സിറിഞ്ച് ഉണ്ടല്ലോ, സിറിഞ്ചിൽ മരുന്ന് നിറച്ചിട്ട് ആ വേദനയുള്ള പല്ലിന്റെ അവിടെ കുത്തിയിറക്കും. ചിലപ്പോ അവള് കരയും, ചിലപ്പോ കരയാൻ പറ്റൂല, ചിലപ്പോ അവളെ തലറിഞ്ഞ് വീഴുമായിരിക്കും. ആ സമയത്ത് അച്ഛൻ പോയി ഐസ്ക്രീം മേടിച്ചോണ്ട് വന്നാൽ മതി. വീട്ടിൽ വരുമ്പോ അവൾക്ക് ബോധം വരുമല്ലോ. ബോധം വീണ അവിടെ വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് കൊടുക്കാം. അപ്പൊ എങ്ങനെയാ, നമുക്ക് പോവാം? ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ വേണ്ട, എന്നെ കൈവിട്. അയ്യോ വേണം, ഹോസ്പിറ്റലിൽ പോണ്ടേ? നിന്റെ പല്ലുവേദന മാറണ്ടേ? കള്ളം പറയണുണ്ടോ അവള്? നിന്റെ ഒന്ന് കള്ളം പറയണ വായിൽ നിന്ന് സിറിഞ്ചിട്ട് കുത്തു നോക്കിക്കോ. ബാബുവാ വാഴി. അച്ഛാ വിടാൻ പറ അച്ഛാ. മക്കളാലോചോ വിടെ. ഞാൻ വിടാ ഉദ്ദേശിക്കണില്ല അച്ഛാ. ബാ ഹോസ്പിറ്റലിൽ പോവാം. ബാ. മെനകെട്ട കൊച്ച്. പാറുവേ മര്യാദക്ക് ഇവിടെ വന്നോ? കള്ളവേദനക്കാരി, ഇങ്ങോട്ട് ഇറങ്ങി വാ. നിനക്ക് ഞാൻ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിട്ട് കൂട്ട് വരണോ അല്ലേ? വാ 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 വാ. നടക്ക് 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 നടക്ക്. ആ കള്ളം പറയണോ അവള്? കൊച്ചിനെ വിടണില്ലേ? ഇവളുടെ പല്ലുവേദന ഞാൻ മാറ്റി കൊടുക്കാം. ഇല്ല പല്ലുവേദന ഇല്ല. പല്ലുവേദനയൊക്കെ ഉണ്ട്. ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നിനക്ക് ഐസ്ക്രീം മേടിച്ചു തരണ്ടോ ഞാൻ? മടി. ഇനി ഞാൻ കള്ളം പറയത്തില്ല. ഈ കൊച്ചു നാക്കെടുത്താ കള്ളയെ പറയും. മാലൂന പോലെ